നടപ്പാക്കുന്നതിനായി കേരളം സ്കൂളുകളുടെ പട്ടിക നൽകിയിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ രാജ്യസഭയിൽ ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. തൊട്ടു പിന്നാലെ ഇന്ന് UDF യോഗം ചേർന്നപ്പോഴാണ് പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്. പദ്ധതി കാലാവധി കഴിയാൻ ഇനി മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഫണ്ടിനുള്ള അർഹത കേരളത്തിനുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയ UDF കൺവീനർ അടൂർ പ്രകാശ് പദ്ധതി നടപ്പാക്കാനുള്ള സ്കൂളുകളുടെ പട്ടിക സർക്കാർ നൽകും എന്ന് വ്യക്തമാക്കി. ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ പദ്ധതി നടപ്പാക്കില്ല എന്ന് തീരുമാനിച്ച് കേന്ദ്രത്തെ അറിയിക്കുമെന്നായിരുന്നു VD സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ പറഞ്ഞത്. ഫണ്ടിനായി ആത്മാഭിമാനം പണയപ്പെടുത്താൻ പറ്റില്ല, തമിഴ്നാട് മാതൃകയിൽ കോടതിയിൽ പോകണമെന്നായിരുന്നു VK കുഞ്ഞാലിക്കുട്ടിയുടെ നിലപാട്. PM ശ്രീ ധാരണാപത്രം വലിച്ചുകീറി ചവറ്റുകൊട്ടയിലിടുമെന്ന് KM ഷാജി പ്രഖ്യാപിച്ചിരുന്നു. അധികാരത്തിലെത്തിയപ്പോൾ നേതാക്കളുടെ വാക്കിന് കീറച്ചാക്കിന്റെ വില പോലും ഇല്ലാതായി. പറഞ്ഞതെല്ലാം വിഴുങ്ങി PM ശ്രീയുടെ നടത്തിപ്പുകാരായി UDF സർക്കാർ മാറുമ്പോൾ അല്പവും നാണം അവശേഷിക്കുന്നില്ലേ എന്ന് നാട്ടുകാർ ചോദിക്കും. ആദ്യം ശ്രീ VR അനൂപിലേക്ക് പോകുന്നതിന് മുമ്പ് VD സതീശൻ എന്തായിരുന്നു പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ PM ശ്രീയിൽ എടുത്തിരുന്ന നിലപാട് എന്നൊന്ന് കാണാം. അതിനുശേഷം ചോദ്യം. എല്ലാ വീരവാദം മുഴക്കലുകൾക്കും അവസാനം നിരുപാധികമായി PM ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ ഒപ്പുവച്ചിരിക്കുകയാണ്. ഈ പണ്ട് CPM BJP ബന്ധത്തിന്റെ ഇടനിലക്കാരനായി പ്രവർത്തിച്ചത് ശ്രീ M ആണ്. ഇപ്പോൾ CPM BJP ബന്ധത്തിന്റെ ഇടനിലയായി പ്രവർത്തിക്കുന്നത് PM ശ്രീയാണ്. അതാണ് വ്യത്യാസം. RSSന്റെ അജണ്ട, പൊളിറ്റിക്കൽ അജണ്ട അടിച്ചേൽപ്പിക്കുകയാണ് ഇതിലൂടെ. ഈ പദ്ധതി കൺകറന്റ് ലിസ്റ്റിലുള്ള സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും തുല്യ അധികാരമുള്ള വിദ്യാഭ്യാസ കാര്യത്തിൽ സംസ്ഥാനങ്ങളുടെ മീതെ കേന്ദ്രത്തിന്റെ നയം അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണ് എന്ന് പല പ്രാവശ്യം ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതായിരുന്നു പ്രതിപക്ഷത്തിരുന്നപ്പോൾ PM ശ്രീയെക്കുറിച്ചുള്ള VD സതീശന്റെയും കോൺഗ്രസിന്റെയും UDFന്റെയും നിലപാട്. ഇപ്പോൾ അധികാരത്തിലെത്തിയപ്പോൾ അത് മാറിയിരിക്കുന്നു. ശ്രീ VR അനൂപ്, ചോദ്യമൊന്നുമില്ല, ന്യായീകരിച്ചോളൂ. അല്ല, അങ്ങ് പറഞ്ഞ ഒരു കാര്യം